അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ അസുഖങ്ങളാണല്ലേ, പലതും പുതുതായി വരുന്നു. മിക്കവയും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തവയും അല്ലേ. നമ്മുടെ ഭക്ഷണ രീതികൾ, ചിട്ടയില്ലായ്മ എല്ലാം അതിനു കാരണമായി ബുദ്ധിജീവികൾ പറയുന്നു. ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും നമുക്ക് പിന്നീട് ദുരന്തമായി വരുന്നു. അതിലൊന്നാണ് പലരും ഉപയോഗിക്കുന്ന ഹെയർ കണ്ടീഷണേഴ്സ്. മുടി ആരോഗ്യത്തോടെ തിളക്കമുള്ളതാക്കി ഒതുക്കി നിർത്താൻ, അതിനൊക്കെയാണ് നമ്മളത് മുടിയിൽ തേക്കുന്നത്. വില കൊടുത്ത് വാങ്ങുന്ന വേറൊരു ഉപദ്രവകാരി തന്നെയാണ് ഈ ഹെയർ കണ്ടീഷണേഴ്സ്. നോക്കൂ, ഇതിലൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഏതളവിലാണെന്ന് ഒരു അറിവും ഇല്ല. സൾഫേറ്റ്, ഫ്രാഗ്രൻസ്, എന്തൊക്കെ. ചെറിയൊരു ഉദാഹരണം പറയാവേ. ഇതിലുള്ള സൾഫേറ്റ്സ് വൃത്തിയാക്കാനുള്ളതാണ് അല്ലേ. കുറഞ്ഞ അളവിലാണെങ്കിൽ തന്നെ എപ്പോഴും ഉപയോഗിച്ച ഗുണത്തേക്കാൾ ദോഷമുണ്ടാക്കും. തലമുടി പരുപരുത്തതാക്കും, സ്വതവേയുള്ള എണ്ണമയം കളയും. ഇത് മാരകമായിട്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, കിഡ്നി ഫെയിലിയർ, പിന്നെ തൈറോയിഡ് പ്രോബ്ലം, ക്യാൻസർ, ഒന്നും പറയണ്ട. അങ്ങനെ പല പല അസുഖങ്ങൾ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത് എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മളെ ഒരു രോഗിയാക്കി മാറ്റി അടങ്ങുള്ളൂ. അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ, ഇത് നിരന്തരമായി ഉപയോഗിച്ചാൽ ഹെയർ ഫോളിക്കിൾസ് എല്ലാം അടഞ്ഞ്, അതായത് മുടി വളരുന്ന സുഷിരങ്ങൾ അടഞ്ഞ് മുടി പിന്നെ വളരാതെ ആവും. അതിൻ്റെ കനം കട്ടി കുറയും. പിന്നെ ഇതിങ്ങനെ ലെയർ പോലെ ആയിട്ട് ഉണങ്ങി കാക്കക്കൂടിൻ്റെ ആ പരുവത്തിലായിപ്പോവും മുടി. പിന്നെ ചിലത് നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിക്കും, ആസ്തമ അറ്റാക്ക് ഉണ്ടാക്കും, എന്തൊക്കെയോ ആണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെച്ചിട്ട് നല്ല അസൽ ഡീപ്പ് ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കാം. അതെങ്ങനെയൊന്ന് നോക്കാം. സാധാരണ രീതിയിലുള്ള ഒരു കണ്ടീഷണറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷാമ്പു ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഉണങ്ങിയ മുടിയിലേക്ക് അര കപ്പ് സിഡർ വിനീഗറും അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് 2 മിനിറ്റ് നേരം ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകിക്കളയുക. റിച്ച് ഹെയർ കണ്ടീഷണർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് മുടിയൊക്കെ ഉണങ്ങി കിടക്കുകയാണെങ്കിൽ, പൊട്ടിയ നാശമായതാണെങ്കിൽ അതിലേക്ക് നമ്മൾ നല്ല ഒരു റിച്ച് ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് തെളിഞ്ഞ വെള്ളം അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ ഒരു 1/2 കപ്പ് എടുത്ത് അതിലേക്ക് ഒരു ആവണക്കെണ്ണ 1.5 ടേബിൾ സ്പൂൺ, പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾസ് 4 എണ്ണം, അതിൻ്റെ ഒരു അറ്റം പൊട്ടിച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ മതിയാവും. പിന്നെ വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, നല്ലെണ്ണ അതായത് എള്ളെണ്ണ 1/2 ടേബിൾ സ്പൂൺ, ഗ്ലിസറിൻ 3/4 ടേബിൾ സ്പൂൺ, സിഡർ വിനീഗർ 1/2 ടീസ്പൂൺ, പിയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലിസറിൻ സോപ്പ് മതിയാകും, അത് 1/2 ടീസ്പൂൺ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അതായത് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളക്കുമ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത ഓയിലും വെള്ളവും ഒക്കെ അടങ്ങിയ ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി ഇത് നന്നായിട്ടൊക്കെ മെൽറ്റാവും. സോപ്പും ഓയിലും എല്ലാം കൂടി മെൽറ്റായിട്ട് നല്ലൊരു കൊഴുകൊഴുത്ത ഒരു ദ്രാവകം കിട്ടും. അത് പിന്നീട് നമ്മളത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഉണങ്ങിയ ഏതെങ്കിലും കുപ്പിയിലോ അല്ലെങ്കിൽ വല്ല ജാറിലോ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ കുറേശ്ശെയായിട്ട് എടുത്ത് മുടിയിൽ മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം. വളരെ കുറഞ്ഞ അളവിൽ ഇത് ഉപയോഗിച്ചാൽ മതിയാകും. കുറച്ച് കയ്യിലേക്കെടുത്ത് ഉണങ്ങിയ മുടിയിൽ എല്ലായിടത്തും പുരട്ടിയതിന് ശേഷം ഒരു ചീർപ്പെടുത്ത് നന്നായിട്ട് ചീകണം. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയ ഒരു ടവല് കൊണ്ട് മുടി ഒന്നാകെ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നല്ല വെള്ളം കൊണ്ട് മുടി കഴുകിയതിന് ശേഷം തോർത്തി നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല ഷൈനായിട്ട് നല്ല മുടിയായിട്ട് കിട്ടും. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്സ് തരണം, കമൻസ് ആയിട്ടൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം. പിന്നെ ഞാൻ ഇനിയും ഇതിനും നല്ല വീഡിയോസ് ഉണ്ടാക്കിയിടാൻ ശ്രമിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്.
താങ്ക് യു.